നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 6 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം നിയന്ത്രണം പാലിക്കേണ്ട ദിവസമാണിത്. അശ്രദ്ധ കാണിച്ചാൽ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ ചികിത്സയും മുൻകരുതലും സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഔദ്യോഗിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കാൻ യോഗമുണ്ട്. കുടുംബത്തിലെ നിർണായക തീരുമാനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുചേരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സർവ്വ കാര്യങ്ങളിലും വിജയം വരിക്കുന്ന അതിശുഭകരമായ ദിവസമാണിത്. കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, തൊഴിൽ വിജയം എന്നിവ ഒരേപോലെ അനുഭവപ്പെടും. വാഹനഭാഗ്യവും സൽസുഹൃത്തുക്കളുടെ സഹായവും മനസ്സിന് സന്തോഷം നൽകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാനസികമായ അല്പം സമ്മർദ്ദം അനുഭവപ്പെടാൻ ഇടയുള്ള ദിവസമാണ്. ജോലിഭാരമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ മൂലം ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടായേക്കാം. മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുന്നത് ഗുണകരമാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. തനിക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സംയമനം പാലിക്കാൻ ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാകും. തൊഴിൽ വിജയവും സാമ്പത്തിക ഉന്നതിയും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും അവസരം ഉണ്ടാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കൃഷി, പക്ഷി, മൃഗാദികൾ എന്നിവയിൽ നിന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ തൊഴിൽ തടസ്സങ്ങൾക്കോ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. ശാരീരികമായ അല്പം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സമാന ചിന്താഗതിയുള്ളവരുമായി പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ യോഗമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷ്യവിഷബാധയോ ഉദരവാത രോഗങ്ങൾ വർദ്ധിക്കാനോ സാധ്യത കാണുന്നു. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സ്ഥാനപ്രാപ്തിയും ധനനേട്ടവും ഉണ്ടാകുന്ന ദിവസമാണിത്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം, നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് സന്തോഷം നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ യോഗമുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആമാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ മരുന്നുകൾ കൃത്യമായി സേവിക്കാൻ ശ്രദ്ധിക്കുക. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. നിയമപരമായ കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാനിടയുള്ളതിനാൽ ജാഗ്രത വേണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.